പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗർഭധാരണം സംബന്ധിച്ച് സഭ പഠിപ്പിക്കുന്നത് അത് മനുഷ്യൻ്റെ ഇച്ഛയാലോ പുരുഷബന്ധത്താലോ ഉണ്ടായതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് സംഭവിച്ചതെന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭ ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, അതുകൊണ്ട് ജനിക്കുവാനുള്ള വിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ഈ വചനത്തിൽ തന്നെയാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യൻ്റെ ഇച്ഛയാലോ ജഡത്തിൻ്റെ ഇച്ഛയാലോ ഉണ്ടായതല്ല, അത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനമാണ്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്നത് പോലെ കന്യകയുടെ ഉദരത്തിൽ രൂപം കൊണ്ടത് ഒരു സാധാരണ മനുഷ്യനല്ല, ദൈവവചനം മനുഷ്യ ശരീരം ധരിച്ചതാണ്. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ ഒരു വചനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ക്രിസ്തു പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം. സഭാപിതാക്കന്മാർ ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, യോഹന്നാൻ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ മനുഷ്യരും സാധാരണ മനുഷ്യ ജനനത്തിലൂടെ ജനിച്ചവരാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ മനുഷ്യനായി ജനിച്ചുവെങ്കിലും മനുഷ്യൻ്റെ ഇച്ഛയാൽ ജനിച്ചവനല്ല. അതുകൊണ്ടാണ് കർത്താവ് സ്വയം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഒരുവനെന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താതെ സംസാരിക്കുന്നത്. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് അവതരിച്ച ദൈവപുത്രനാണ്. എബ്രഹാം സുറിയാനി പിതാവ് പറയുന്നത്, കന്യകയുടെ ഉദരം ഭൂമിയായി, അതിൽ സ്വർഗത്തിൻ്റെ വിത്ത് വിതച്ചത് മനുഷ്യനല്ല, പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് മറിയം പ്രസവിച്ചത് കേവലം ഒരു മനുഷ്യ ശിശുവിനെയല്ല, അവൾ പ്രസവിച്ചത് ദൈവവും മനുഷ്യനുമായ ഒരേ ഒരു വ്യക്തിയെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്നത് പോലെ മറിയം ദൈവത്തെ പ്രസവിച്ചവൾ, തെയോട്ടോക്കോസ് എന്ന് വിളിക്കപ്പെടുന്നത് അവൾ പ്രസവിച്ചവൻ ദൈവവചനമാകയാലാണ്. ഈ രഹസ്യം യോസഫിനും ആദ്യം മനസ്സിലായിരുന്നില്ല. തൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ട കന്യക ഗർഭിണിയായത് കണ്ടപ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലായി. എന്നാൽ ദൈവം അവനെയും ഈ മഹാരഹസ്യത്തിലേക്ക് നയിച്ചു. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ യോസഫിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസഫെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ഭയപ്പെടേണ്ട. അവളിൽ ഉത്ഭവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 20-21. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, മറിയത്തോട് അറിയിച്ച അതേ സുവിശേഷമാണ് ദൂതൻ യോസഫിനോടും അറിയിക്കുന്നത്. മറിയത്തോട് പറഞ്ഞ യേശു എന്ന പേര് തന്നെ യോസഫിനോടും പറയുന്നു. അതിലൂടെ ഗർഭധാരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്നും മറിയത്തിൻ്റെ സാക്ഷ്യം സത്യമാണെന്നും ദൈവം യോസഫിനെ ബോധ്യപ്പെടുത്തുന്നു. സെറൂഗിലെ യാക്കോബ് പറയുന്നത് പോലെ യോസഫ് ഒരു രഹസ്യത്തിൻ്റെ സൃഷ്ടാവല്ല, സാക്ഷിയാണ്. കന്യകയുടെ വിശുദ്ധിയുടെ കാവൽക്കാരനാണ്, ഗർഭധാരണത്തിന് കാരണക്കാരനല്ല. അതുകൊണ്ട് തന്നെ സഭ എന്നും ഏറ്റുപറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ അവതരിച്ച് കന്യക മറിയാമിൽ നിന്ന് മനുഷ്യനായി. ഈ വിശ്വാസത്തിലാണ് ഓർത്തഡോക്സ് സഭ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നും മറിയത്തെ ദൈവമാതാവ് അഥവാ തെയോട്ടോക്കോസ് എന്നും വിളിക്കുന്നത്. കന്യക പ്രസവിച്ചത് കേവലം മനുഷ്യപുത്രനെയല്ല, ദൈവവും മനുഷ്യനുമായ ഏക കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അതിനാൽ ഈ ഗർഭധാരണവും മനുഷ്യപ്രവർത്തനത്തിൻ്റെ ഫലമല്ല, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ മഹാരഹസ്യമാണ്.